ക്രിസ്തുമസ് നവവത്സര ബമ്പർ നറുക്കെടുപ്പിന് അല്പസമയത്തിനകം നടക്കും. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാൻ, ഒരുപാട് ആളുകളുടെ സ്വപ്നമാണ് ഈ നറുക്കെടുപ്പിന് വേണ്ടി കാത്തിരിക്കുന്നവരുമാണ്. എല്ലാവരും ലോട്ടറി ടിക്കറ്റ് കൈ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നറുക്കെടുപ്പ് അല്പസമയത്തിനകം നടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഡാൻ, ലോട്ടറി എടുത്തിട്ടുണ്ടോ? ഹരി, ഞാൻ ലോട്ടറി എടുത്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ഈ കാര്യം അറിയാതെ പോയി. ഒരു 2 മണിക്കൂർ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പോയി ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തു നിന്ന് എടുക്കുമായിരുന്നു. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ നറുക്കെടുപ്പ് ഇന്ന് ഉച്ചയ്ക്കാണെന്നുള്ള കാര്യം അറിയുന്നത്. എല്ലാ തവണയും നമ്മൾ ഈ ബമ്പർ നറുക്കെടുപ്പ് വരുമ്പോൾ കൂട്ടമായും ഒറ്റയ്ക്കുമൊക്കെ പോയി ടിക്കറ്റ് എടുക്കുന്നതാണ്. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ തവണയാണ് ഒരക്കത്തിന് നമുക്ക് വലിയൊരു സംഖ്യ നഷ്ടമായത്. അപ്പോൾ ആ ഒരു നിരാശാബോധമൊക്കെ എൻ്റെ ഉള്ളിലുമുണ്ട്. എന്തായാലും 50 ലക്ഷത്തോളം ടിക്കറ്റുകളായിരുന്നു ആകെ അടിച്ചത്. അതിൽ മെനിഞ്ഞാന്ന് ഉച്ചകൊണ്ട് ഔദ്യോഗികമായി പുറത്തു വന്ന കണക്കുകൾ അനുസരിച്ച് ഏതാണ്ട് 45,34,650 ടിക്കറ്റുകൾ വിറ്റുപോയി. പിന്നീടുള്ള 2 ദിവസം കൊണ്ട്, അതായത് ഇന്ന് ഉച്ചവരെയുള്ള കണക്കുകൾ പ്രകാരം ഏതാണ്ട് 2 ലക്ഷത്തോളം ടിക്കറ്റുകൾ കൂടി വിറ്റുപോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് 47,50,000 ടിക്കറ്റുകൾ ഇതിനോടകം വിറ്റ് പോകാനാണ് സാധ്യത. ഇത് അനൗദ്യോഗികമായ കണക്കുകളാണ്. ഔദ്യോഗിക കണക്കുകൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. 400 രൂപയായിരുന്നു ഒരു ടിക്കറ്റിന് വില. മിനിഞ്ഞാന്ന് വരെയുള്ള കണക്കുകൾ അനുസരിച്ച് പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റുപോയിരിക്കുന്നത്. 8,87,140 ടിക്കറ്റുകളാണ് പാലക്കാട് മാത്രം വിറ്റുപോയത്. രണ്ടാമത് തിരുവനന്തപുരമാണ്. അവിടെ 5,33,200 ടിക്കറ്റുകളും തൃശൂരിൽ 4,97,320 ടിക്കറ്റുകളുമാണ് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം മിനിഞ്ഞാന്ന് വരെ വിറ്റുപോയിരിക്കുന്നത്. അതായിരിക്കില്ല ഇപ്പോഴത്തെ സ്ഥിതി. കാരണം അവസാന 2 ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റുകളുടെ വിൽപ്പന നടക്കുക. അല്പസമയത്തിനകം ഈ നറുക്കെടുപ്പിലുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കിടക്കും. അതിന് മുന്നോടിയായി സമ്മർ ബമ്പർ ഭാഗ്യക്കുറിയുടെ പ്രകാശനവും ഇവിടെവെച്ച് നടക്കും. ധനമന്ത്രി KN ബാലഗോപാൽ, അതോടൊപ്പം തന്നെ MLA-മാരായ VK പ്രശാന്ത്, ആന്റണി രാജു ഉൾപ്പെടെയുള്ളവരും ഈ ചടങ്ങുകളിൽ പങ്കെടുക്കും. അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിക്കുക. ഏതാണ്ട് ആദ്യം ഈ സമ്മർ ബമ്പർ ഭാഗ്യക്കുറിയുടെ പ്രകാശനമായിരിക്കും നടക്കുക. അതിനുശേഷമായിരിക്കും ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പിലേക്ക് കടക്കുക. ഏതാണ്ട് 20 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. 1 കോടി രൂപ വീതം രണ്ടാം സമ്മാനമായി 20 പേർക്ക് ലഭിക്കുകയും ചെയ്യും. അങ്ങനെ ഈ ഒരു നറുക്കെടുപ്പിലൂടെ 21 പേർ കോടിപതികളാകുന്ന ഒരു ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോട്ടറി വിൽപ്പനക്കാരും അതോടൊപ്പം തന്നെ ലോട്ടറി എടുത്തിരിക്കുന്നവരുമെല്ലാം ഉദ്വേഗത്തോടെ ആകാംക്ഷയോടെ ചങ്കിടുപ്പോടെ ഉറ്റുനോക്കുന്നത് ആരാണ് 20 കോടി സ്വന്തമാക്കിയ ആ ഭാഗ്യശാലി എന്നറിയാൻ. ഞാൻ അതോടൊപ്പം തന്നെ ഈ 45 ലക്ഷത്തിലധികം ടിക്കറ്റുകളാണല്ലോ വിറ്റുപോയത്. അപ്പോൾ അതും ഒരു റെക്കോർഡാണ് ഇത്തവണത്തെ നറുക്കെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം. 50 ലക്ഷം ടിക്കറ്റുകൾ പ്രിന്റ് ചെയ്യുന്നു, അതിൽ 45 ലക്ഷം ടിക്കറ്റുകൾ വിറ്റുപോകുന്നു. മാത്രമല്ല, അന്യസംസ്ഥാനത്ത് നിന്ന് തന്നെ ചുറ്റുമുള്ളവർ, അന്യസംസ്ഥാനത്ത് നിന്നുള്ളവർ തന്നെ ഇങ്ങോട്ടേക്ക് വന്ന് ടിക്കറ്റുകൾ എടുക്കുന്ന ഒരു കാഴ്ചയും കൂടി അവസാന മണിക്കൂറുകളിൽ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതും ഒരു റെക്കോർഡായിട്ട് മാറുന്നില്ലേ ഇത്തവണ? അങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ട് പറയാനാവില്ല. അതായത് ഔദ്യോഗികമായ കണക്കുകൾ അല്പസമയത്തിനകം പുറത്തു വരുമ്പോൾ മാത്രമേ എത്ര ടിക്കറ്റുകളാണ് സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് വിറ്റുപോയിരിക്കുന്നത് എന്നതിൽ ഔദ്യോഗികമായൊരു സ്ഥിരീകരണം വരികയുള്ളൂ. അതിൽ ഇവിടെ നിന്ന് ലഭിക്കുന്ന കണക്കുകൾ അനുസരിച്ചാണ് 45 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ, അതായത് 45,34,650 ടിക്കറ്റുകൾ മിനിഞ്ഞാന്ന് ഉച്ചവരെ വിറ്റുപോയിട്ടുണ്ടെന്ന ഔദ്യോഗികമായ വിവരങ്ങൾ ലോട്ടറി വകുപ്പിന്റെ ഭാഗത്തു നിന്ന് പുറത്തു വരുന്നത്. ഏതാണ്ട് 2 ലക്ഷത്തോളം അധിക ടിക്കറ്റുകൾ ഇതിനുശേഷം ഇന്ന് ഉച്ചവരെ വിറ്റുപോയിട്ടുണ്ടായിരിക്കാമെന്നാണ് വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് 47 ലക്ഷം ടിക്കറ്റുകൾ പൂർണ്ണമായി വിറ്റുപോയിട്ടുണ്ടായിരിക്കാം. അത് 400 രൂപയാണ് ഒരു ടിക്കറ്റിന്റെ വില. മുൻ നറുക്കെടുപ്പുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കഴിഞ്ഞ ഏതാനും നാളുകളായി അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളടക്കം കേരളത്തിലെ ബമ്പർ നറുക്കെടുപ്പിന്റെ ഭാഗ്യമാകുന്നത്, ആവേശത്തോടെ അതിന്റെ ഭാഗമാകുന്നത് നമ്മൾ കണ്ടതാണ്. ഒരു തവണ ഓണം ബമ്പർ നറുക്കെടുപ്പ് തമിഴ്നാട്ടിൽ നിന്ന് ഒരാൾക്ക് അത് ലഭിക്കുകയും കൂടി ചെയ്ത പശ്ചാത്തലത്തിലാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ അതിർത്തി മേഖലകളിലെ കേരള ലോട്ടറി എടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സാഹചര്യമുണ്ടായത്. കഴിഞ്ഞ തവണ ഓണം ബമ്പർ നറുക്കെടുപ്പ് വയനാട്ടിലായിരുന്നു അടിച്ചത്, പനമരത്തായിരുന്നു. അത് വലിയ തരത്തിൽ ചർച്ചയായി മാറിയതാണ്. അതോടൊപ്പം ഈ ബാംഗ്ലൂർ, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ എല്ലാ മേഖലകളിലും ഈ നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട ടിക്കറ്റുകളുടെ വിൽപ്പന തകൃതിയായി നടന്നിട്ടുണ്ട് എന്നാണ് ലോട്ടറി വകുപ്പിന്റെ കണ്ടെത്തൽ. എന്തായാലും അല്പസമയം കൂടി കാത്തിരിക്കാം. ആരാണ് ആ ഒന്നാം നമ്പർ ഭാഗ്യശാലി ആരാണ് എന്നറിയാൻ, 20 കോടി സ്വന്തമാക്കുന്ന ഭാഗ്യശാലി ആരാണെന്നറിയാൻ ഏതാനും മിനിറ്റുകളുടെ കാത്തിരിപ്പ് മാത്രമാണ് ബാക്കിയാകുന്നത്. അതോടൊപ്പമാണ് രണ്ടാം സമ്മാനമായി 1 കോടി രൂപ വീതം 20 പേർക്ക് കൂടി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്.
അങ്ങനെ 21 കോടിപതികൾ ആരൊക്കെയാണെന്ന് അറിയാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എപ്പോഴും ലോട്ടറി എടുക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് കിലുക്കൻ സിനിമയിലെ കാമധേനുവിന്റെ ലോട്ടറി ബലമൊക്കെ. എന്തായാലും അത് വീണ്ടും ആവർത്തിക്കും. ഇത്തവണയും 21 കോടിപതികളായിരിക്കാം ആണ് ഇത്തവണ വരാൻ പോകുന്നത് എന്നുള്ളതാണ്. അല്പസമയത്തിനകം തന്നെ ആരൊക്കെയാണ് എന്നുള്ളത് അറിയാൻ പറ്റും. എല്ലാവരും ടിക്കറ്റ് വെച്ച് നിൽക്കുകയാണ്. അപ്പോൾ അല്പസമയത്തിനകം തന്നെ ആരൊക്കെയാണ് ആ കോടിപതികൾ എന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ നീങ്ങുന്നത്. എന്തായാലും